വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്ലാസ് 10 ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ 8th ക്വസ്റ്റ്യൻ വരെ ഞാൻ ചെയ്തു. അതിലെ 9th ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഫിഗർ എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് എ, ബി ആൻഡ് സി. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. KLM എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെ അൺനോൺ വേരിയബിൾസ് ആണ് എയും ബിയും സിയും എക്സും. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ എയുടെയും ബിയുടെയും സിയുടെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഈ KLM എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനകത്ത് വേറൊരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, KPN. KLM എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വേറൊരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, KPN. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ KLM ആൻഡ് ട്രയാങ്കിൾ KPN, നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ എന്ത് ആക്കണം? സിമിലർ ആണെന്ന് കൊണ്ടുവരണം. അതിന് നമുക്ക് നോക്കാം. ഏതെങ്കിലും രണ്ട് കണ്ടീഷൻ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ നമുക്ക് AO സിമിലാരിറ്റി അനുസരിച്ച് ആ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. 3 ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടിയാൽ ട്രിപ്പിൾ സിമിലാരിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ 3 സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടിയാൽ ട്രിപ്പിൾ S സിമിലാരിറ്റി ക്രൈറ്റീരിയ പറയാം. അതല്ലെങ്കിൽ SAS സിമിലാരിറ്റി. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ സിമിലർ ആണെന്ന് കൊണ്ടുവരണം. നമുക്ക് നോക്കാം എന്തൊക്കെ ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നോക്കിക്കേ, KLM എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ ആണ് K. അതേപോലെ KPN എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ ആണ് K. രണ്ട് ട്രയാങ്കിളിലെയും കോമൺ ആംഗിൾ ആണ് K. സോ നമുക്ക് എഴുതാം ആംഗിൾ K ഈസ് ഈക്വൽ ടു ആംഗിൾ K. റീസൺ നമുക്ക് എന്ത് കൊടുക്കാം? കോമൺ. രണ്ട് ട്രയാങ്കിളിലെയും ഈക്വൽ ആയിട്ട് വന്ന ആംഗിൾ ആണ് K. സെക്കൻഡ് നോക്കിക്കേ, ആംഗിൾ KML എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ KNB എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ KLM എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ KML എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ KNB എന്ന് പറയുന്ന ആംഗിളും 46 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് റീസൺ കൊടുക്കാം? ഗിവൺ. അതായത് KNB എന്ന് പറയുന്ന ആംഗിൾ 46 ഡിഗ്രി ആണ്. അതേപോലെ KML എന്ന് പറയുന്ന ആംഗിളും 46 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബൈ AS സിമിലാരിറ്റി രണ്ട് ആംഗിൾ ആണ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ AS സിമിലാരിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. സോ നമുക്ക് എഴുതാം therefore ട്രയാങ്കിൾ KLM സിമിലർ ടു ട്രയാങ്കിൾ KPN എന്ന് എഴുതാം ബൈ AS സിമിലാരിറ്റി ക്രൈറ്റീരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. KML അല്ലെങ്കിൽ KLM എന്ന് പറയുന്ന ട്രയാങ്കിളിലെ KM എന്ന് പറയുന്ന സൈഡും KN എന്ന് പറയുന്ന സൈഡും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. ഫിഗറിൽ നോക്കിയാൽ മതി, പേരിൽ നോക്കിയാൽ മതി. KM എന്ന് പറയുന്ന സൈഡും KN എന്ന് പറയുന്ന സൈഡും കറസ്പോണ്ടിങ് സൈഡ് ആണ്. അവയുടെ റേഷ്യോസ് എടുക്കാം. KM by KN is equal to LM by PN. LM എന്ന് പറയുന്ന സൈഡും PN എന്ന് പറയുന്ന സൈഡും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ റേഷ്യോസ് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. LM by PN എന്ന് എഴുതാം. റീസൺ എന്ത് എഴുതണം? റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ്, അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതുക. ഇനി നോക്കാം KM എന്ന് പറയുന്നതിന്റെ ലെങ്ത് K മുതൽ N വരെ C ആണ്. N മുതൽ M വരെ B ആണെങ്കിൽ ഇവയുടെ സം എന്ന് പറയുന്നത് C+B ആയിരിക്കും. സോ KM is C+B ഡിവൈഡഡ് ബൈ K മുതൽ N വരെയുള്ള ലെങ്ത് എന്താണ്? C. ദാറ്റ് ഈസ് ഈക്വൽ ടു LM ന്റെ ലെങ്ത് എന്ന് പറയുന്നത് A എന്ന് കൊടുത്തിട്ടുണ്ട്. PN ന്റെ ലെങ്ത് X എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് X നെയാണ്
എയുടെയും ബിയുടെയും സിയുടെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. എക്സ് ഇൻറ്റു ബി പ്ലസ് സി ഈസിക്കൽ ടു എ സി എന്ന് എഴുതാം. ഓർ എക്സ് ഈസിക്കൽ ടു എ സി ബൈ ബി പ്ലസ് സി എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ എ സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. എയുടെയും ബിയുടെയും സിയുടെയും ടേമിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. Then next question. Triangle ABC is an isosceles equilateral triangle with each side of length 2a. If AD is perpendicular to BC, then value of AD. നമുക്ക് ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മീൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ആ സൈഡ് 2a ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർപെൻഡിക്കുലർ എ ഡി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സോ എ ബി സി. സൈഡിന്റെ മെഷർ 2a ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. Then AD perpendicular to BC. AD എന്ന് പറയുന്ന ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് BC ക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ AD is perpendicular to BC. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് AD, ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്ത് അതൊന്ന് സിമിലർ ആണെന്ന് കൊണ്ടുവരാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതെങ്ങനെയാണ് കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരുന്നത്? സിമിലർ ആണെന്ന് കൊണ്ടുവരേണ്ട, പകരം കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ സി പി സി ടി അനുസരിച്ച് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ നോക്കുക, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ RHS റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? അതിന്റെ ഹൈപ്പട്ടന്യൂസും ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയാൽ മതി. നമുക്ക് നോക്കാം. ഈ ആംഗിളിന്റെ ഹൈപ്പട്ടന്യൂസ് എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഹൈപ്പട്ടന്യൂസ് എ ബി എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ ഹൈപ്പട്ടന്യൂസ് ആയ ഹൈപ്പട്ടന്യൂസ് എ സിക്ക് ഈക്വൽ ആണ്. രണ്ടിന്റെയും ലെങ്ത് 2a ആണ്. ഇനി ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആക്കണം. സോ എ ഡി എന്ന് പറയുന്നത് രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എ ഡി ഈസ് ഈക്വൽ ടു എ ഡി കോമൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പട്ടന്യൂസ് ഈക്വൽ ആണ്. ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഡി ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ഡി സി എന്ന് എഴുതാം ബൈ RHS കോൺഗ്രുവൻസ് റൂൾ അല്ലേ? RHS റൂൾ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആയാൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ബി ഡി ഈസിക്കൽ ടു സി ഡി എന്ന് എഴുതാം. ബി ഡിയും സി ഡിയും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് കോൺഗ്രുവന്റ് ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിളിന്റെ. സോ നമുക്ക് എന്ത് എഴുതാം? ബി ഡി ഈസിക്കൽ ടു സി ഡി എന്ന് എഴുതാം. സി പി സി ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബി ഡിയും സി ഡിയും ഈക്വൽ ആണെങ്കിൽ ബി ഡി ഈസിക്കൽ ടു സി ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ബൈ 2 എന്ന് എഴുതാം അല്ലേ? ബി സിയെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി ഡി ഈസിക്കൽ ടു ഹാഫ് ബി സി എന്ന് എഴുതാം. ബി ഡിയുടെ ലെങ്ത് ബി സിയുടെ ഹാഫിന് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസിക്കൽ ടു ബി സി ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. 2a ബൈ 2 ഈസിക്കൽ ടു 2 ക്യാൻസൽ ആവും, ബാക്കി a. അപ്പം ബി മുതൽ ഡി വരെയുള്ള ലെങ്തിനെ നമുക്ക് എന്ത് കിട്ടി? a. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. സോ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡി ബി യൂസിംഗ് പൈതഗോറസ് തിയറം നമുക്കറിയാം പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. സോ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2a ഹോൾ സ്ക്വയർ ആണ്.
എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2a ദ ഹോൾ സ്ക്വയർ ആണ് ഈസിക്കൽ ടു ബി ഡി എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് പ്ലസ് എ ഡി ദ ഹോൾ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ ഡി സ്ക്വയറിനെ അവിടെ നിർത്തുക. എ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 2a ദ ഹോൾ സ്ക്വയർ ഈസ് 4a സ്ക്വയർ. എ സ്ക്വയർ ഈസ് മൈനസ് എ സ്ക്വയർ ആകും. ദാറ്റ് ഈസ് ഇക്വൽ ടു 3a സ്ക്വയർ. നമുക്ക് വേണ്ടത് എ ഡി ആണ്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് എടുക്കാം. എന്ത് വരും? 3a സ്ക്വയർ. റൂട്ടിനകത്ത് 3 ആയാൽ റൂട്ട് 3 തന്നെയാണ്. എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എ ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് 3a എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 3 റൂട്ട് 3a. ഓക്കെ.